വാർത്ത വിശദമായി പോവുകയാണ്. മുൻ മന്ത്രിയും MLA-യുമായ ആന്റണി രാജു പ്രതിയായിട്ടുള്ള തൊണ്ടിമുതൽ തിരിമറി കേസിൽ ഇന്ന് വിധിയാണ്. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. 35 വർഷത്തിന് ശേഷമാണ് ഈ കേസിൽ വിധി പറയുന്നത്. കേസിൽ കോടതി ക്ലർക്കായിരുന്ന ജോസ് ഒന്നാം പ്രതിയും ആന്റണി രാജു രണ്ടാം പ്രതിയുമാണ്. ലഹരിക്കടത്തിൽ പിടിയിലായ വിദേശിയെ രക്ഷിക്കാൻ തൊണ്ടിമുതലായ അടിവസ്ത്രം വെട്ടിച്ചുരുക്കി കൃത്രിമം നടത്തി എന്നാണ് കേസ്. പിന്നീട് മറ്റൊരു കേസിൽ പിടിയിലായ ഇയാൾ സഹതടവുകാരനോട് ഇക്കാര്യം പറഞ്ഞതോടുകൂടിയാണ് സംഭവം പുറത്തേക്ക് വരുന്നത്. ഇതേ തുടർന്ന് വലിയ തോതിൽ കേസന്വേഷണം നടന്നിരുന്നു എന്നാണല്ലോ. വളരെ നിർണായകമാണ് ആന്റണി രാജുവിനെ സംബന്ധിച്ച് ഇന്നത്തെ വിധി. നെടുമങ്ങാട് കോടതി വിധി പറയുമ്പോൾ അത് എന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ സ്വാഭാവികമായും രാഷ്ട്രീയ കേരളത്തിലുമുണ്ട്. ആന്റണി രാജു MLA മുൻമന്ത്രി ഇന്ന് തൊണ്ടിമുതൽ കേസിലെ വിധി കാക്കുകയാണ്. 35 വർഷത്തിന് ശേഷമാണ് വിധി പറയാൻ പോകുന്നത് ഈ കേസിൽ. ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ തിരിമറി കേസിലാണ് ഇന്ന് വിധി പറയുന്നത്. 35 വർഷത്തിന് ശേഷം വിധി പറയുന്നു. ലഹരി കേസിൽ പിടിയിലായ വിദേശിയെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടന്നു എന്നുള്ളതാണ് ഈ കേസിന് ആധാരം. ആ കേസിൻ്റെ പശ്ചാത്തലം ഏതാണ്ട് 35 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അത്രയും മാത്രം നീണ്ടു നിന്ന ഒരു നിയമ വ്യവഹാരത്തിനൊടുവിലാണ് ഇപ്പോൾ കേസിലേക്ക് വിധി പറയുന്നത്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, 35 വർഷം ഏറ്റവും ഒടുവിൽ ഇന്ന് വിധി പറയുന്നു എന്നുള്ള ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തി. ആന്റണി രാജുവിന് നിർണായകമാണ്, സംശയമില്ല. അതിനുമപ്പുറത്തേക്ക് എപ്പോഴത്തേക്കാണ് ഈ കോടതി ഇത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്? എപ്പോഴാണ് നമ്മൾ ഒരു വിധി പ്രഖ്യാപനം പ്രതീക്ഷിക്കേണ്ടത്? രാവിലെ 11 മണിയോടെ തന്നെ വിധി പ്രസ്താവം ഉണ്ടാകാനാണ് സാധ്യത. ആന്റണി രാജുവിന് പുറമെ തിരുവനന്തപുരം സെഷൻസ് കോടതിയിലെ ക്ലർക്ക് S. ജോസ് എന്നിവരാണ് കേസിലെ 1ഉം 2ഉം പ്രതികൾ. 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് തൊണ്ടിമുതൽ മോഷണ കേസിൽ പോലീസ് ചുമത്തിയിരിക്കുന്നത്. 1990 ഏപ്രിൽ 4-നാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് ഓസ്ട്രേലിയൻ പൗരനെ മയക്കുമരുന്നുമായി പിടികൂടുന്നത്. പക്ഷേ ഇയാളെ തിരുവനന്തപുരം സെഷൻസ് കോടതി ശിക്ഷിച്ചെങ്കിലും കേസ് ഹൈക്കോടതിയിലെത്തിയപ്പോൾ തൊണ്ടിമുതൽ അയാൾക്ക് ധരിക്കാൻ പാകത്തിലുള്ള അടിവസ്ത്രമായിരുന്നില്ല അത് എന്ന് കാണിച്ചുകൊണ്ട് ഹൈക്കോടതി ഇയാളെ വെറുതെ വിടുകയായിരുന്നു. പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട് തൊണ്ടിമുതലിൽ കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന ആക്ഷേപം ഉയരുകയും അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. ആ അന്വേഷണമാണ് ആന്റണി രാജു, അന്നത്തെ പ്രതിഭാഗം അഭിഭാഷകനായിരുന്ന ആന്റണി രാജു തിരുവനന്തപുരം സെഷൻസ് കോടതിയിലെ ക്ലർക്കിനെ സ്വാധീനിച്ച് ഈ തൊണ്ടിമുതലിൽ കൃത്രിമം വരുത്തിയാണ് ഈ മയക്കുമരുന്ന് സൂക്ഷിച്ചിരുന്ന അടിവസ്ത്രത്തിൽ കൃത്രിമം വരുത്തിയാണത് ഈ ഓസ്ട്രേലിയൻ പൗരന് പാകമായിരുന്നില്ല എന്ന് വരുത്തി തീർത്ത് എന്ന കണ്ടെത്തലിലേക്ക് എത്തിയത്. പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ ആരംഭിക്കുന്നത്. അങ്ങനെ ദീർഘവർഷം ഏതാണ്ട് 19 വർഷത്തോളം പൊടി പിടിച്ച് കിടന്ന ഒരു കേസ് പിന്നീട് മാധ്യമ വാർത്തകളെ തുടർന്ന് വീണ്ടും സജീവമാകുകയും നടപടികൾ വേഗത്തിലാക്കുകയുമായിരുന്നു. അങ്ങനെ ഒരു കേസിലാണ് ഇന്ന് നെടുമങ്ങാട് കോടതിയുടെ നിർണായകമായ വിധി വരാനിരിക്കുന്നത്. ആന്റണി രാജുവിൻ്റെ രാഷ്ട്രീയ ഭാവിയെ ഏറെ അധികം സ്വാധീനിക്കാൻ സാധ്യതയുള്ളൊരു കേസിലാണ് ഇന്ന് വിധി വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് വെറും 3 മാസം മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആന്റണി രാജുവിനെ സംബന്ധിച്ച് ഈ കേസിന്റെ വിധി പ്രസ്താവം നിർണായകമായി മാറുമെന്ന കാര്യം ഉറപ്പാണ്. നിസ്സംശയം ആന്റണി രാജുവിന് വളരെ നിർണായകമാണ് ഈ കേസിലെ വിധി പ്രഖ്യാപനം. ആന്റണി രാജു ഉൾപ്പെടുന്ന ഈ കേസ് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയാൻ പോകുന്നത്. ഞാൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ 11 മണിയോട് കൂടി ഈ കേസിൽ വിധി പ്രസ്താവം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. വിദേശ പൗരനായിട്ടുള്ള ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള ആൾക്ക് വേണ്ടി അടിവസ്ത്രം, അതായത് തൊണ്ടിമുതൽ അതിൽ കൃത്രിമത്വം നടത്തി എന്നുള്ളതാണ് കേസ്. 35 വർഷങ്ങളോളം നീണ്ടു നിന്ന സംഭവം. അതിനുശേഷം ഒടുവിൽ ഇപ്പോൾ വിധി പ്രഖ്യാപനത്തിന് തയ്യാറെടുക്കുന്നു നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി.